ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുറച്ച് സ്പെഷ്യലാണ്. നമ്മൾ കർക്കിടക മാസത്തിൽ കഴിച്ചിരിക്കേണ്ട കർക്കിടക പൊടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു പൊടി നമുക്ക് വീട്ടിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് കേടായി പോകുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഈ ഒരു മാസത്തിൽ കഴിച്ചിരിക്കേണ്ട ഒരു പൗഡറാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ ശക്തിക്ക്, പല്ലിൻ്റെ ശക്തിക്ക്, മുടി വളർച്ചയ്ക്ക്, അങ്ങനെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പൗഡറും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. ഇനിയിപ്പം ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിപ്പം 1/2 കിലോ അവിലുണ്ട്. വൈറ്റ് അവൽ എടുക്കണ്ട കേട്ടോ, ഈ ഒരു മട്ട അവൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് നവര അരിയാണ്. ഇത് 1/2 കിലോ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ചിലർക്കൊന്നും നവര അരി എന്നൊന്നും പറയുമ്പോൾ അറിയില്ല. അവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇതും ഒരു 1/2 കിലോ വേണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു 1/4 കിലോനിലെ മുതിര വേണം. മുതിരയും എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, ഹോസ് ഗ്രാമിലെ അത് വേണം. ഇനിയിപ്പോൾ ഇതാ റാഗി വേണം, അതും 1/4 കിലോനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം കടല വേണം, കപ്പലണ്ടിയില്ലേ അത് ഞാൻ 1/2 കിലോനാണ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമോ അണ്ടിപ്പരിപ്പ് ഉണ്ടാവില്ല കഷ്ണിട്ട് അതോ എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കറുത്ത എള്ളാണ്, അതും ഞാൻ 1/2 കിലോ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ആദ്യം കഴുകിയെടുക്കുന്നത് മുതിരയാണ്. മുതിരേൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. ധാരാളം ഫൈബർ, പ്രോട്ടീന് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമല്ലേ മുതിര. അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ ദഹനത്തിന് സഹായിക്കുന്നതും കൂടിയാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാം കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോശം തന്നെയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ മാത്രം എടുക്കുക. എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ പറ്റുമെന്ന് എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ മുതിര കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് ഇതുപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അരിപ്പയിൽ വെള്ളമെല്ലാം വറ്റിപ്പോകാൻ വേണ്ടിക്ക് വെച്ചിട്ടുണ്ടായിന്. എന്നിട്ട് ഒരു കോട്ടൺ ക്ലോത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ തോർത്തെല്ലാം ഉണ്ടാവില്ലേ ഉണങ്ങിയ, അതിൽ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കുക. അന്നേരം പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളമെല്ലാം ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ മുതിര നല്ലോണം ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആവണ്ട, എന്നാലും ജസ്റ്റ് ആ വെള്ളം കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ റാഗിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ധാരാളം കാൽസ്യം, അയൺ, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയൊരു ധാന്യമാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമ്മൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതല്ലേ. അപ്പം ഇതും ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇതും നല്ലോണം കഴുകിയിട്ട് വെള്ളമെല്ലാം ഊറ്റിയെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനൊരു അരിപ്പയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ മുതിരയിലെ വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പം ചെയ്യുന്ന പോലെ ഈ ടവലിന് ഒന്ന് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അന്നേരം വെള്ളം മൊത്തത്തിൽ പോയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഉണങ്ങി വന്ന മുതിര ഇട്ട് കൊടുക്കുക. നമ്മൾ റാഗി കഴുകുന്ന ടൈം കൊണ്ട് തന്നെ മുതിര ഉണങ്ങി കിട്ടും കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കുക. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കുമ്പം പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ചൂടാക്കിയെടുക്കുക. കളറ് ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ചൂടാക്കിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടുന്ന സൗണ്ട് കേൾക്കും. ഓരോന്നിങ്ങനെ പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കും. മൊത്തത്തിൽ പൊട്ടിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ റാഗി കഴുകിയെടുത്തിട്ടുണ്ട്. റാഗി കഴുകിയിട്ട് വെള്ളം ഊരാൻ വേണ്ടിക്ക് വെച്ചിട്ടുണ്ടായിന്. എന്നിട്ട് ഇതുപോലെ ഷാളിൽ തന്നെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഡ്രൈ ആവുന്ന ടൈമിൽ ഞാനിതാ നവര അരി എന്ന് പറഞ്ഞിട്ടില്ലേ അത് കഴുകാനെടുക്കലാണ്. അപ്പം നവര അരി നമ്മുടെ സ്കിന്നിന്, എല്ലിന്, മസിൽസിന്, പിന്നെ ഉദരവാദ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ നമ്മൾ പ്രസവരക്ഷാക്കെല്ലാം മരുന്നുണ്ടാക്കുമ്പം, കർക്കിടക കഞ്ഞി ഉണ്ടാക്കുമ്പോഴെല്ലാം അതിലെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് കേട്ടോ ഈ ഒരു നവര അരി. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ എല്ലാം കൂടി ഈ വീഡിയോയിൽ പറയുന്നില്ല. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അറിയാത്തവരാണെങ്കിൽ സെർച്ച് ചെയ്തോ കേട്ടോ. ഞാനിപ്പോൾ അത് കഴുകിയിട്ട് വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിലേ നമ്മുടെ മുതിര ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണിയാൻ വേണ്ടിക്ക് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുക്കലാണ്. നല്ലോണം തണിഞ്ഞിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിക്ക്. ഇങ്ങനെ ഓരോന്നും സ്റ്റെപ്പായിട്ട് ചെയ്തതിനാൽ ഒന്ന് തണിയുന്ന ടൈം ആകുമ്പം ഒന്ന് സെറ്റാവും. അങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈസിയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റാഗി കഴുകാൻ വെച്ചിട്ടില്ലേ, കഴുകിയിട്ട് ഊറ്റിയിട്ടില്ലേ, ഡ്രൈ ആകാൻ വെച്ചിട്ടില്ലേ, ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് റാഗിയും ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സൗണ്ട് വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കുക, വറുത്തെടുക്കുക.
പിന്നെ ഇതിൽ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ പ്ലെയിനായിട്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കലാണ്. പിന്നെ എന്താ പറയുക, നല്ലൊരു സൗണ്ട് വരുന്നത് വരെ തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പൗഡർ ആക്കിയിട്ട് യൂസ് ചെയ്യല്ലേ ചെയ്യുക, അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് വരണം. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലില്ലേ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, പിന്നെ ഉൾഭാഗമൊന്നും കുക്കാവില്ല. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഒന്ന് നമ്മൾ കടിക്കുമ്പോൾ ഒന്ന് പൊട്ടി വരുന്ന രീതിയിൽ കിട്ടണം. നല്ല സൗണ്ടും ഉണ്ടാവണം വറുത്തെടുക്കുന്ന ടൈമിൽ. ഇനിയിപ്പോൾ ഇതാ അരിയും കൂടി ഞാൻ കഴുകിയിട്ട് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ പറയുക, കറുത്ത എള്ളും കൂടി കഴുകിയിട്ട് ഡ്രൈ ആവാൻ വെക്കുന്നുണ്ട്. എള്ളിൻ്റെ ഗുണങ്ങളും ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയുണ്ടാവും. കൂടുതലായിട്ടൊന്നും ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തോ. അപ്പോൾ എള്ളും കൂടി ഞാൻ നല്ലോണം കഴുകിയിട്ട് ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് എന്താ പറയുക, അതുപോലെ തോർത്തിൽ ഒന്ന് ഉണക്കാൻ വെക്കുന്നുണ്ട്. ആ ഒരു ടൈമിലില്ലേ നമ്മുടെ റാഗി വറുത്തെടുത്തിട്ടുണ്ട്, റാഗി ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ടോട്ടലി കുറച്ച് ഇൻഗ്രീഡിയൻസേ ചേർക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുമെന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാം കഴുകിയിട്ട് വറുത്തെടുക്കണമെന്നേ ഇല്ലൂ കേട്ടോ. ഞാനിത് സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത്. ഒന്ന് ചൂടാറുന്ന ടൈമിൽ നമുക്കങ്ങനെ പൊടിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഞാനിത് ആദ്യം റാഗിയാണ് പൊടിച്ചെടുക്കുന്നത്. ഇങ്ങനെ കറക്റ്റ് അളവിലൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം റാഗി തണിന് വന്നുകൊണ്ട് റാഗി അങ്ങനെ പൊടിച്ചെടുക്കലാണ്. നല്ലോണം പൊടിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം നല്ലോണം വറുത്തെടുക്കണം, എന്നാലത് നമുക്ക് കാലങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുക, പുറത്ത് തന്നെ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ മുതിരയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഈ നിങ്ങളോട് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഹെൽത്തിന് നല്ലതാണെങ്കിലും നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഗുണത്തിനെക്കാട്ടി കൂടുതൽ ദോഷമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ക്വാണ്ടിറ്റി മാത്രം ഉപയോഗിക്കുക. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഇത് കഴിക്കുക കേട്ടോ. പിന്നെ അല്ലാത്തവരാണെങ്കിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ വറുത്തെടുക്കുക. എന്നിട്ട് തണിയുന്നത് വരെ പ്ലേറ്റിലിട്ട് വെക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. നമ്മളിപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. ലാസ്റ്റ് അരി എന്താ പറയുക, ഇനിയിപ്പം അരിയും കൂടി പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ അരി, മുതിര, പിന്നെന്താ റാഗി, അതെല്ലാം നല്ലോണം പൊടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ എള്ള് വറുത്തെടുക്കലാണ്. എള്ളും ഇതുപോലെ തന്നെ ഒന്ന് പൊട്ടി വരുന്ന സൗണ്ട് ഉണ്ടാവും. സൗണ്ട് വരുന്നത് വരെ വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് വറുത്തെടുക്കുക. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കരിച്ചെടുക്കണ്ട. പിന്നെ എള്ളെല്ലാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുന്ന രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. നല്ലോണം പൊടിയാണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് കഴിക്കുമ്പം നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ കടലയാണ്. കടലിൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കടലക്ക്. കടലക്ക് പകരം നിങ്ങൾക്ക് ബദാമോ കാഷ്യൂനട്ടോ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബദാമും കാഷ്യൂനട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ചേർത്തിട്ടില്ല. കടലയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂട് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂടോടെ പൊടിച്ചെടുക്കാൻ പാടില്ല. ചൂടാറിയ ശേഷം മാത്രമാണ് എല്ലാ ഐറ്റംസും പൊടിച്ചെടുക്കേണ്ട. കടല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എള്ളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിൽ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. എന്നാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ലോണം പൊടിന് വരേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഞാനിതാ അവിലാണ് വറുത്തെടുക്കുന്നത്. അവിൽ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഒന്ന് പൊടിന് വരുന്ന രീതി ആവുന്നത് വരെ വറുത്തെടുക്കുക കേട്ടോ. പിന്നെ മട്ട അവിൽ തന്നെ എടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വറുത്തെടുക്കുക. ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 കിലോ അവൽ, 1/2 കിലോ എന്താ പറയുക നവര അരി, 1/2 കിലോ എള്ള്, 1/4 കിലോ മുതിര, 1/4 കിലോ റാഗി, ഇങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിലും കൂടി ഞാൻ നല്ലോണം പൊടിച്ചെടുക്കുന്നുണ്ട്. അവിൽ ജസ്റ്റ് നമുക്ക് കയ്യോട് പൊടിച്ചിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇതിൽ ഒരു മാസത്തേക്കുള്ള പൗഡറാണ്. ഒരു 5 ആൾക്കെല്ലാം ഒരു മാസം കഴിക്കാൻ പറ്റിയ പൊടിയാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കുറച്ച് വേണ്ടുമെങ്കിൽ ഒരു 2 ആൾക്കെല്ലോ വേണ്ടുമെങ്കിൽ ഇതിൻ്റെ അളവെല്ലാം കുറച്ചെടുക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അളവെല്ലാം നേരെ പകുതിയായിട്ട് എടുക്കുക. ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ടീനേജിൽ ആദ്യ കുട്ടികളെല്ലാം ഉണ്ടാവില്ലേ,
കുട്ടികൾക്കെല്ലാം കൊടുക്കാനും അവരുടെ മുടി സ്കിന്ന് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിച്ചിരിക്കേണ്ട ഒരു പൗഡറാണിത്. കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അങ്ങനെ കഴിക്കണ്ട. ഒരു ടേബിൾ സ്പൂൺ എല്ലാം രാവിലെ, ഒരു ടേബിൾ സ്പൂണ് വൈകുന്നേരം ചായക്ക് 1-2 ടേബിൾ സ്പൂണ്, അതിൽ കൂടുതലൊന്നും കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്കൊന്നും കേടുകൂടാണ്ട് സൂക്ഷിക്കാനും പറ്റും. വൈകുന്നേരം ചായക്ക് ഒരു കടിയാവുകയും ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് തേങ്ങയും വെല്ലവും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ. കഴിക്കാൻ വേണ്ടിക്ക് ഇങ്ങനെ തേങ്ങയും വെല്ലെല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവലെല്ലാം കുഴച്ചിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. പീനട്ടെല്ലാം ചേർക്കുന്നുണ്ട്, കടലെല്ലാം ചേർക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് എക്സ്ട്രാ ഉണ്ട്, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.